കേരളത്തിലുള്ള ജനങ്ങൾക്കെല്ലാം ഋഷിരാജ് സിംഗിനെ അറിയാം. റിട്ടയർഡ് DGP ആണ് അദ്ദേഹം. രാജസ്ഥാൻകാരനാണ്. വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായി പേരെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. റിട്ടയർ ചെയ്ത ശേഷം പല കാര്യത്തിലും അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് കേരളത്തെപ്പറ്റിയും കേരളത്തിലെ ജനങ്ങളെപ്പറ്റിയും ഇവിടുത്തെ ചെറുപ്പക്കാരെ പറ്റിയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. നല്ല ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ പൊതുജനങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ അദ്ദേഹം സാധാരണ കൊടുക്കാറുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 8-ാം തീയതി വ്യാഴാഴ്ച വന്ദേ ഭാരതിൽ അദ്ദേഹം ഒരു യാത്ര ചെയ്തു. തിരൂർ ഇറങ്ങണം അദ്ദേഹത്തിന്. തിരുവനന്തപുരത്ത് നിന്ന് കയറി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കുടുംബം, ഡോക്ടർ രമ മുകേഷും ഭർത്താവും മകളും ആ വന്ദേ ഭാരതത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം ആ യാത്രയിൽ തിരൂർ അദ്ദേഹത്തിന് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എവിടെയോ ഒരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എറണാകുളത്ത് വന്ദേ ഭാരത് എത്തിയപ്പം ഈ ഡോക്ടർ രമ മുകേഷും ഭർത്താവും മോളും ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു പോകുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർവശത്തിരുന്ന ഡോക്ടർ രമയുടെ അവരൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണാടിയും ഒരു പൗച്ചും അവിടെ ഇരിക്കുന്നു. അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടാവും, അവർ മറന്നുപോയി എന്ന് അദ്ദേഹം കരുതി. ആ പൗച്ചും കണ്ണടയും അദ്ദേഹം കയ്യിലെടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇറങ്ങി. കണ്ണാടിക്ക് 30,000 രൂപ വിലയുള്ള കണ്ണാടിയായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം ഇറങ്ങി അവിടെയൊക്കെ നോക്കി ഇവരെ ഏൽപ്പിക്കാൻ. ഈ സമയം ട്രെയിൻ വിട്ടുപോയി. അദ്ദേഹം പ്ലാറ്റ്ഫോമിലായി. അദ്ദേഹത്തിൻ്റെ ഐഫോണും അദ്ദേഹത്തിൻ്റെ കിറ്റും പൗച്ചും എല്ലാം ആ ട്രെയിനിലായി. അദ്ദേഹം അവിടെ ഇറങ്ങി ആ പ്ലാറ്റ്ഫോമിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് അവിടെ കയറി റെയിൽവേ പോലീസിന് വിവരം അറിയിച്ചു. തൻ്റെ ഐഫോണും തൻ്റെ ചെറു കിറ്റും താൻ ഇന്ന സീറ്റിൽ വെച്ച് മറന്നുപോയി, താനിവിടെ ഇറങ്ങി മറ്റൊരാളുടെ കണ്ണാടിയും അവരുടെ പൗച്ചും മറന്നുകൊണ്ട് അത് കൊടുക്കാനായിട്ട് വെളിയിൽ ഇറങ്ങിയപ്പം വണ്ടി വിട്ടുപോയി. എന്തായാലും ഈ ഡോക്ടർ രമ മുകേഷും മകളും ഭർത്താവും അവരിൽ ഒരാൾ മകളെ മാത്രം അവിടെ ഇറക്കിയിട്ട് അവർ വീണ്ടും ട്രെയിനിൽ കയറി യാത്ര തുടർന്നു. അവർ നോക്കിയപ്പോൾ അവരിരുന്ന സീറ്റിൽ അവിടെ വെച്ചിരുന്ന കണ്ണാടി 30,000 രൂപയുടെ കണ്ണാടിയും അവരുടെ ഒരു പൗച്ചും അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ റെയിൽവേ പോലീസിന് പരാതിപ്പെട്ടു. ഋഷിരാജ് സിംഗ് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം റെയിൽവേ പോലീസിനെ അറിയിച്ചു. താൻ ഇന്നുപോലെ കൂടെ യാത്ര ചെയ്ത ഒരു ഡോക്ടറാണെന്നറിയാം, അവരുടെ കണ്ണാടിയും അവരുടെ ചെറിയ പൗച്ച് എൻ്റെ കൈവശമുണ്ട്, അവരത് മറന്നുപോയി എടുക്കാൻ, അതുകൊണ്ട് ഞാൻ വെളിയിലിറങ്ങി അവരെ തിരക്കിയപ്പം ട്രെയിൻ വിട്ടുപോയി. തൻ്റെ ഐഫോണും മറ്റും അവിടെ ഇരിപ്പുണ്ട്. പോലീസ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫോണും മറ്റും പൗച്ചും എല്ലാം കൂടെ കണ്ടെടുത്തിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ച് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരൂര് ഒരാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്നെ പ്രതീക്ഷിച്ച്, അയാളെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞോളാം, നിങ്ങൾ ഈ സാധനം അവിടെ ഏൽപ്പിക്കുക, ഞാൻ അടുത്ത ട്രെയിൻ കയറി തിരൂർ ഇറങ്ങിക്കോളാം. പോലീസുകാർക്ക് സന്തോഷമായി. അതേസമയത്ത് പോലീസുകാർക്ക് ഒരു പരാതി വന്നു, ഡോക്ടറെ കണ്ണാടിയും പൗച്ചും ഒന്നും കാണാനില്ല. ഏതായാലും ഋഷിരാജ് സിംഗിന്റെ കയ്യിൽ അത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം റെയിൽവേ പോലീസിനെ ഏൽപ്പിച്ചു. ഡോക്ടർ രമ മുകേഷിന് അവരുടെ വിലയുള്ള 30,000 രൂപ വിലയുള്ള കണ്ണാടിയും കിട്ടി, അവരുടെ ആ ചെറിയ പൗച്ചും അവർക്ക് കിട്ടി. ഏതായാലും ആ ഡോക്ടർ രമ ഋഷിരാജ് സിംഗിനെ വിളിച്ച് നന്ദി പറയുകയും ചെയ്തു. ഇതറിഞ്ഞ ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ മോഷണം 30,000 രൂപ കണ്ണാടിയും പൗച്ചും ഒരു സീനിയർ പോലീസ് റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ അടിച്ചുകൊണ്ട് പോയി എന്നൊരു വാർത്ത, കൗതുകമുള്ള ഒരു വാർത്ത ഇട്ടു. അതങ്ങ് വൈറലായി. ആരാണ് ഈ മോഷണം നടത്തിയ? സംസ്ഥാനത്തെ ഏറ്റവും പ്രസിദ്ധനായ റിട്ടയർ ചെയ്ത ഒരു DGP, പ്രത്യേകിച്ച് ഋഷിരാജ് സിംഗ്, സത്യസന്ധനാണെന്ന് പേരെടുത്ത, കൈക്കൂലി വാങ്ങാത്ത, മറ്റു ഒരു കുഴപ്പവും ഇല്ല, നീതിക്ക് വേണ്ടി മാത്രം ഫൈറ്റ് ചെയ്യുന്ന ഋഷിരാജ് സിംഗ് ആണ് കഥാപാത്രം. ഏതായാലും എല്ലാവരും ആ വാർത്തയ്ക്ക് ഒരു കൗതുകം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു റോയലായിട്ടുള്ള ഒരു മോഷണമാണ് എന്നൊക്കെ ചിലർ അത് പറഞ്ഞു. എന്തായാലും സത്യസ്ഥിതി എല്ലാവർക്കും ഇപ്പം മനസ്സിലായി.
ഞാൻ തിരുവനന്തപുരം സിറ്റിയിലെ മ്യൂസിയത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പം ഋഷിരാജ് സിംഗ് ഇവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹം ആ സമയത്തായിരുന്നു തിരുവനന്തപുരത്തെ കുപ്രസിദ്ധമായ ഒരു കൊലക്കേസ് ഉണ്ടായ ലക്ഷ്മി കൊലക്കേസ്. അത് ജയിൽ IG ആയിരുന്ന ആളുടെ മകളെ ഭർത്താവ് വാടകയ്ക്ക് ഒരാളെ കൊണ്ട് കൊല്ലിച്ച കേസാണ്. എന്തായാലും മ്യൂസിയത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഞാൻ ആ കേസ്, ദുരൂഹമായ കേസ്, വളരെ 8-10 ദിവസത്തിനകം അത് ഡിറ്റക്ട് ചെയ്തു. കേസ് കുറ്റചാർജ് കോടതി കൊടുത്തു, തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ. അന്ന് ഋഷിരാജ് സിംഗ് ആ കേസിൻ്റെ അന്നത്തെ സമയത്ത് എൻ്റെ ഒപ്പം എല്ലാ സ്ഥലങ്ങളിലേക്കും വരും, അന്വേഷണവുമായിട്ട് കൃത്യമായിട്ട് എൻ്റെ ഒപ്പം സഞ്ചരിച്ചിരുന്നു. അതിനുശേഷം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി കേസിൻ്റെ ട്രയൽ നടത്തിയത് അന്നത്തെ കേരളത്തിലെ പ്രശസ്തനായ ക്രിമിനൽ ലോയർ കോട്ടൂർ ഗോപാലകൃഷ്ണ പിള്ളയാണ്. അഡ്വക്കേറ്റ് കോട്ടൂർ ഗോപാലകൃഷ്ണ ഇപ്പം ഇല്ല, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം മരണമടഞ്ഞു, അസുഖബാധിതനായി. നല്ല പ്രായമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കോട്ടൂർ ഗോപാലകൃഷ്ണ പിള്ളയെ കേരള ഹൈക്കോടതിയിലെ എല്ലാ ജഡ്ജസും ബഹുമാനിച്ചിരുന്നു. നല്ല ക്രിമിനൽ നോളജ്, നല്ല അറിവുള്ള വ്യക്തി തന്നെയായിരുന്നു കോട്ടൂർ ഗോപാലകൃഷ്ണ പിള്ള. അദ്ദേഹത്തിനെ തന്നെയായിരുന്നു ഞാൻ ഈ കേസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കിയത്. അത് രമേശൻ കോൺട്രാക്ടർ, തിരുവനന്തപുരത്തെ പ്രശസ്തനായ ഒരു വ്യവസായി, അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ പ്രശസ്തരാണ്. അവരുടെ ബന്ധുവായിരുന്നു ഈ പ്രതി. അതുകൊണ്ട് കേസിന് വലിയ മാനങ്ങളുണ്ടായി. അവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരെ ഒന്നും ഞാൻ പ്രതിയാക്കിയില്ല. അന്വേഷണത്തിൽ അവരാരും ഈ കേസിനകത്ത് കുറ്റക്കാരുമല്ല. രമേശൻ കോൺട്രാക്ടറെ സഹോദരൻ്റെ മകനാണ് ഈ കൃത്യം ചെയ്തത്. എന്തായാലും ആ കേസിനകത്ത് ജീവപര്യന്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. അന്നത്തെ ജില്ലാ ജഡ്ജി ആ കേസിൻ്റെ ട്രയൽ നടക്കുമ്പോൾ എൻ്റെ ഒപ്പം, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ഒപ്പം ഋഷിരാജ് സിംഗ് കോടതിയിൽ പ്രോസിക്യൂഷനെ എയ്ഡ് ചെയ്യാനായിട്ട് വന്നിരുന്നു. അത് തീർന്നിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് അദ്ദേഹവും വരും. ആ കേസിൻ്റെ ട്രയൽ തീർന്ന് അതിൻ്റെ ശിക്ഷ നടപ്പാക്കിയ ശേഷമാണ് അദ്ദേഹം പിന്തിരിഞ്ഞത്. അതാണ് ഋഷിരാജ് സിംഗിൻ്റെ മഹത്വം. അതേസമയത്ത് അദ്ദേഹം ഇന്റലിജൻസിൽ ഇരിക്കുമ്പോൾ രസകരമായ ഒരു സംഭവമുണ്ട്. അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെപ്പറ്റി മനസ്സിലാക്കിയപ്പം പലർക്കും പോലീസിനെ ഭയമാണ്. പല കാര്യങ്ങളും അദ്ദേഹത്തിന് പലർക്കും പോലീസിൽ പറയാനായിട്ട് മടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ എല്ലാ ജില്ലകളിലും അദ്ദേഹം ഒരു ബോക്സ് വെച്ചു. ആ ബോക്സിനകത്ത് നിങ്ങൾക്ക് എന്ത് പോലീസിനെ പറ്റിയോ ആരെപ്പറ്റിയോ വേണം പേരെഴുതണ്ട, അതിനകത്ത് പരാതി എഴുതിയിടാം. ഇനി നിങ്ങളുടെ പേരെഴുതിയാലും കുഴപ്പമില്ല, അത് രഹസ്യമായിട്ട് വെക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ അതിൻ്റെ അടുത്ത് എഴുതിയിട്ടാലും രഹസ്യമായിട്ട് വെക്കും. അങ്ങനെ കേരളത്തിലെ പല സ്ഥലത്ത് ഇങ്ങനെ ഓരോ ബോക്സ് വെച്ചു. അന്നേരം അതിൻ്റെ അകത്ത് 100 കണക്കിന് പരാതികൾ വന്നുകൊണ്ടേയിരുന്നു. അതനുസരിച്ച് അദ്ദേഹം ചില നടപടികൾ റെക്കമെൻഡ് ചെയ്തു. പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തി. ചില പരാതികളൊന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. പോലീസുകാർ അത് എടുക്കുന്ന പോലീസുകാരും മാറ്റും എന്ന് വന്നു. അപ്പോൾ ഋഷിരാജ് സിംഗ് അത് ബുദ്ധി കാണിച്ച് അദ്ദേഹം 2-3 സ്ഥലത്ത് അദ്ദേഹം തന്നെ പരാതി എഴുതിയിട്ടു. എന്നിട്ട് അതിനകത്ത് ഒരു അഡ്രസ്സ് വെച്ചു. അതായത് കള്ള അഡ്രസ്സാണ് അദ്ദേഹം വെച്ചത്. എന്നിട്ട് അത് തൻ്റെ മുമ്പിൽ വരുന്നുണ്ടോ ഇല്ലയോ. അങ്ങനെ കേരളത്തിലെ പരാതികളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം പാലക്കാട്ടിട്ട ആ ഒരു സാധനം അത് എടുത്ത പോലീസുകാരൻ, അതിൻ്റെ അകത്ത് അഡ്രസ്സ് കളവായിരുന്നു, ആ ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ കാര്യങ്ങൾ അന്വേഷിച്ച വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ അദ്ദേഹം വിചാരിച്ച് എല്ലാ വിവരം നശിപ്പിച്ച് കളയും, ഭൂരിപക്ഷം അവർ കളയുന്നു പോലീസുകാരെന്നുള്ളതിന് ഒരു ടെസ്റ്റ് നടത്തിയതാണ്. ആ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു, തനിക്ക് താൻ അന്വേഷിച്ച ആ പേപ്പർ ഞാൻ തന്നെ എഴുതിയിടിച്ചാണ്, അതുകൊണ്ട് തനിക്കൊരു 100 രൂപ റിവാർഡ്, സത്യസന്ധനായ പോലീസുകാരന് അദ്ദേഹം റിവാർഡ് കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, കുസൃതികൾ അദ്ദേഹം കാണിക്കും. അതൊക്കെ സത്യം ജയിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പൊതുജനങ്ങൾ പലരും അദ്ദേഹമായിട്ട് അടുപ്പമുള്ളവർക്കും അറിയാം. അദ്ദേഹം ഇന്നും അചഞ്ചലനായി, സത്യസന്ധനായി കേരളത്തിലെ ഒരു മലയാളിയെ പോലെ അദ്ദേഹം ജീവിക്കുന്നു. ക്രൈസ്തവ സ്കൂളിനടുത്ത് അദ്ദേഹം വീട് വെച്ച് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹം മടങ്ങി രാജസ്ഥാനിൽ പോകാൻ തയ്യാറല്ല. അദ്ദേഹം മലയാളിയായിട്ട് തന്നെ ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകന് ഒരാൾ USA ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്നും ആ ആത്മബന്ധം തുടരുന്നുണ്ട്, ഞാനും അദ്ദേഹം തമ്മിലും.